ഗണേശ ഭഗവാൻ ചന്ദ്രനെ ശപിച്ച കഥ അറിയാമോ? ഗണേശ ചതുർത്ഥിയുടെ രാത്രിയായിരുന്നു അത്. ജ്ഞാനത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവമായ ഗണപതി അദ്ദേഹത്തിന്റെ ഭക്തർ ഒരു വലിയ വിരുന്ന് നൽകി. ഗണേശൻ തന്റെ പ്രിയപ്പെട്ട വിഭവങ്ങളെല്ലാം ആസ്വദിച്ചു. പ്രത്യേകിച്ച് മോദകം. വിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വയർ നിറഞ്ഞു. സംതൃപ്തനായി ഗണേശൻ തന്റെ വാഹനമായ മൂഷികന്റെ മുകളിൽ കയറി. പക്ഷേ ഭാരമുള്ള വയറുകാരണം മൂഷികന്റെ കാൽ ഇടറി ഗണേശൻ നിലത്തു വീണു. ആകാശത്ത് ചന്ദ്രദേവൻ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഗണേശ ഭഗവാനെ പരിഹസിച്ചു. എന്നാൽ ജ്ഞാനത്തിനും ശാന്തതയ്ക്കും പേരുകേട്ട ഗണേശൻ പരിഹസിക്കപ്പെടാൻ തയ്യാറായില്ല. അവന്റെ കോപം ജ്വലിച്ചു. ദേഷ്യത്തിൽ അവൻ ചന്ദ്രനെ ശപിച്ചു. നിന്റെ അഹങ്കാരം നിന്നെ അന്ധനാക്കിയിരിക്കും. ഈ ദിവസം മുതൽ നിങ്ങളുടെ സൗന്ദര്യമാകും. ഗണേശ ചതുർത്ഥിയിൽ നിന്നെ നോക്കുന്ന ഏതൊരാൾക്കും ദൗർഭാഗ്യവും തെറ്റായ ആരോപണങ്ങളും നേരിടേണ്ടി വരും. ഈ ശാപത്താൽ ഭയചിത്തനായ ചന്ദ്രദേവൻ സഹായത്തിനായി ശിവന്റെ അടുത്തേക്ക് പോയി. ശിവൻ ചന്ദ്രന്റെ അപേക്ഷ കേൾക്കുകയും മധ്യസ്ഥത വഹിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ശാപം മേപ്പെടുത്താൻ അദ്ദേഹം ഗണേശനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗണേശൻ ശാപം പരിഷ്കരിക്കാൻ സമ്മതിച്ചു. നിന്റെ സൗന്ദര്യം ഇനി ശാശ്വതമായിരിക്കില്ല. പകരം ചക്രങ്ങളിൽ മെഴുകുകയും ക്ഷയിക്കുകയും ചെയ്യും. പൂർണ്ണമായും തിളങ്ങുകയും ഭാഗികമായി ആവുകയും ചെയ്യും. അങ്ങനെ ചന്ദ്രന്റെ സൗന്ദര്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷേ പ്രകാശം എന്നേക്കുമായി മെഴുകുകയും ക്ഷയിക്കുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാവുന്ന ചന്ദ്രന്റെ ഘട്ടങ്ങൾക്ക് ജന്മം നൽകി. ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ നോക്കുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയോ തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമെന്നത് അന്നുമുതൽ ഒരു പൊതുവിശ്വാസമായി മാറി.